എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 1201 ആണ്ട് ധനുമാസം 8-ാം തീയതി 23/12/2025 ചൊവ്വാഴ്ച. ഇന്ന് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. ഇന്ന് അവതാര ചാർത്തിൻ്റെ 8ാമത്തെ ദിവസമാണ്. ശ്രീകൃഷ്ണസ്വാമിയുടെ അവതാരമായ ബലരാമനെ പ്രതിനിധീകരിക്കുന്ന ഒരു ദിവസമാണ് ഇന്നത്തെ ചാർത്ത്. എല്ലാവരും വിഷ്ണു ഭഗവാന്റെ ദശാവതാരത്തെ സ്മരിച്ചുകൊണ്ട് എല്ലാവരും അവരവരുടെ വിശ്വാസപ്രകാരമുള്ള ഈശ്വരനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസത്തിന് തുടക്കം ആരംഭിക്കാം. ആദ്യമായി നമുക്ക് മേടരാശിയുടെ ഫലം പരിശോധിക്കാം. മേടരാശിയിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അശ്വതി, ഭരണി, കാർത്തികകാല്. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമാണെങ്കിലും ഗുണാധിക്യമാണ് കാണുന്നത്. എന്നാൽ ആരോഗ്യപരമായ ചില പ്രശ്നങ്ങൾ മൂലം ചില മാനസിക ക്ലേശങ്ങൾക്ക് വഴി തെളിക്കുന്ന ചില സംഭവങ്ങൾ ഉണ്ടായേക്കാം. പ്രത്യേകിച്ച് വാഹനങ്ങളിൽ നിന്നുള്ള അപകടങ്ങൾ, കാലുകൾക്ക് ക്ഷതമേൽക്കാനുമൊക്കെ സാധ്യതയുള്ളൊരു ദിവസമായതുകൊണ്ട് വാഹനം ഓടിക്കുന്നവരും വാഹനം കൈകാര്യം ചെയ്യുന്നവരും ഒക്കെ ശ്രദ്ധിക്കുക. അതുകൂടാതെ വീഴ്ച, ഒടിവ്, ചതവ്, മുറിവിനൊക്കെ സാധ്യത ഉള്ള ദിവസമായതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോകേണ്ട ഒരു ദിവസമായിരിക്കും ഇന്ന്. വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായി കാണുന്നു. അതേപോലെ ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും വളരെ നല്ല ഒരു ദിവസമായിട്ടാണ് ഇന്നത്തെ ദിവസം കാണുന്നത്. വിദേശയാത്ര, ഉല്ലാസയാത്രയ്ക്കൊക്കെ പുറപ്പെടാൻ ആഗ്രഹിക്കുന്നവർക്ക് തടസ്സങ്ങളൊന്നും കാണുന്നില്ല. സാമ്പത്തികമായ കാര്യങ്ങളിൽ ഒരു ഭദ്രത തോന്നിപ്പിക്കുന്ന, മനസ്സമാധാനം തോന്നിപ്പിക്കുന്ന ഒരു ദിവസമായിരിക്കും. എന്നാൽ ജോലി തിരക്കേറിയ ഒരു ദിവസമായിരിക്കും ഇന്ന്. കൺസ്ട്രക്ഷനിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഒക്കെ ഇന്ന് വളരെ അനുകൂലമായ അനുഭവങ്ങളാണ് വരുന്നത്. അടുത്തതായി നമുക്ക് ഇടവക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് കാർത്തിക, മുക്കാല, രോഹിണി, മകയിരത്തര. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം താരതമ്യേന മെച്ചപ്പെട്ട ഒരു ദിവസമായിരിക്കും. ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ സാധിക്കുന്ന ദിവസമായിരിക്കും. തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടുന്ന ദിവസമായിരിക്കും. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രത്യേകിച്ച് ചില അവസരങ്ങൾ ലഭിക്കുവാനും ചർച്ചകൾ വിജയിക്കാനും ഒക്കെ സാധ്യതയുള്ള ദിവസമാണ്. കേസ് വഴക്കുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്കും കേസ് വഴക്കുമായി പൊരുത്തപ്പെട്ട് പോകാൻ ബുദ്ധിമുട്ടുന്നവർക്കുമൊക്കെ ഇന്ന് അനുകൂലമായ മറുപടി ലഭിക്കുന്ന ദിവസമായിരിക്കും. ആശ്വാസകരമായ ചില ആശ്രയങ്ങൾ അല്ലെങ്കിൽ സഹായങ്ങളൊക്കെ വന്നു ചേരുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. വാർദ്ധക്യം ബാധിച്ച് കിടപ്പിലായ ആളുകൾക്കൊക്കെ വളരെ അനുകൂലമായ ഒരു ദിവസമായിരിക്കും ഇന്ന്. ആരോഗ്യപരമായ കാര്യങ്ങളിൽ കുറച്ച് അയവ് വരുത്തുന്ന ദിവസമാണ്. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് മെഷീനുകൾ ഉപയോഗിച്ച്, വലിയ കട്ടറുകൾ ഉപയോഗിച്ച് ഒക്കെ ജോലി ചെയ്യുന്നവർക്ക് ചില അപകട സാധ്യതകൾ കാണുന്നു. കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നവർക്ക്, റിയൽ എസ്റ്റേറ്റ് ജോലി ചെയ്യുന്നവർക്കൊക്കെ ഇന്നത്തെ ദിവസം വളരെ നന്നായിരിക്കും. മത്സ്യബന്ധന മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം അനുകൂലമായിട്ടാണ് കാണുന്നത്. അടുത്തതായി നമുക്ക് മിഥുനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകയിരത്തര, തിരുവാതിര, പുണർദം, മുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ ഗുണദോഷ സമ്മിശ്രമായ ദിവസമാണ്. എന്നാൽ ഗുണാധിക്യമാണ് കൂടുതലായും കാണുന്നത്. ദൂരെ യാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതാണ്. സ്ഥിരമായ ശാരീരിക ക്ലേശമുള്ളവർക്ക് അത് അധികരിക്കുന്നതായി കാണുന്നുവെങ്കിലും വൈകുന്നേരത്തോടുകൂടി ആശ്വാസം ലഭിക്കുന്നതാണ്. ഇഷ്ടഭക്ഷണം, ഇഷ്ടമാപ്പെട്ട വസ്ത്രങ്ങൾ, സമ്മാനങ്ങളൊക്കെ കിട്ടാൻ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കുമെന്ന്. സാമ്പത്തികമായി മെച്ചപ്പെട്ട ഒരു ദിവസമായിരിക്കുമെന്ന്. സാമ്പത്തികമായ പ്രശ്നങ്ങളിൽ നിന്ന്, ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ മാറി നിൽക്കാനായിട്ട് സാധിക്കുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് കർക്കിടകക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പുണർദം, കാല്, പൂയം, ആയില്യം. ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായ ദിവസമാണെങ്കിലും ഗുണാധിക്യമാണ് കാണുന്നത്. എന്നാൽ ചില അപകട സാധ്യതകൾ ഒഴിച്ചുകൂട്ടാനാവുകയില്ല. ചതവ്, മുറിവ്, പ്രത്യേകിച്ച് ഗൃഹജോലികൾ ചെയ്യുന്നവർക്ക്, വീട്ടമ്മമാർക്ക്, ആയുധങ്ങൾ കൊണ്ടുള്ള ജോലി ചെയ്യുന്നവർക്ക്, കായികമായി ജോലി ചെയ്യുന്നവർക്ക്, സ്പോർട്സുകാർക്കൊക്കെ ഇന്നത്തെ ദിവസം അപകട സാധ്യതയുള്ള ദിവസമാണ്. വളരെ ശ്രദ്ധിക്കുക, പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോവുക. വലിയ ബിസിനസ്സുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക്, ഇമ്പോർട്ട് എക്സ്പോർട്ടുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കൊക്കെ ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായി കാണുന്നു. പുതിയ ജോലി സാധ്യത തെളിഞ്ഞു വരുന്ന ദിവസമാണ്. അനുകൂലമായ പല സാഹചര്യങ്ങളും തിരഞ്ഞെടുക്കുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുക. ദീർഘനാൾ നീണ്ടു നിൽക്കുന്ന ജോലിക്ക് അവസരം വരുന്ന ഒരു ദിവസമായിരിക്കുമെന്ന്. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും വിദേശ യാത്രയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത്. അടുത്തതായി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ്
മകം പൂരഉത്രം കാല്. ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമാണെങ്കിലും ദോഷാധിക്യം കാണുന്നു. നഷ്ടങ്ങൾ വരാൻ സാധ്യതയുള്ളൊരു ദിവസമാണ്. പ്രത്യേകിച്ച് ബിസിനസ്സുകാർക്ക് ലാഭനഷ്ടങ്ങൾ കണക്കാക്കുമ്പോൾ നഷ്ടമാണ് കൂടുതൽ വരിക. സ്വന്തം ആൾക്കാരുമായിട്ട് ചില കലഹങ്ങൾ പൊട്ടിപ്പുറപ്പെടുവാനൊക്കെ സാധ്യതയുണ്ട്. മനസ്സ് അസ്വസ്ഥതമായതുകൊണ്ട് ആത്മനിയന്ത്രണം ആവശ്യമാണ്. അനാവശ്യമായി ആരോടും സംസാരിക്കാതിരിക്കുക. ചിലപ്പോൾ സ്വന്തം വാക്കുകൾ നമ്മളെ ചതിക്കുന്നതായി കാണുന്നു. ദീർഘയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് അനുകൂലമായ സാധ്യതയുണ്ട്. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള ചില ആനുകൂല്യങ്ങൾ ലഭിക്കുവാനും അതേപോലെ തന്നെ കിട്ടാക്കടം കുറേശ്ശെയായി കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ വരാനുമൊക്കെ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും. കേസ് വഴക്ക് കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പ്രതികൂലമായൊരു ദിവസമായിരിക്കുമെന്ന്. മനഃശാന്തി ലഭിക്കാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് ഇന്ന് വൈകുന്നേരത്തോടുകൂടി. വളരെ ഈശ്വര പ്രാർത്ഥനയോടുകൂടിയും വിശ്വാസത്തോടുകൂടിയും മുൻപോട്ട് പോവുക. അവരവരുടെ ആചാരങ്ങളനുസരിച്ച് നമുക്ക് പ്രാർത്ഥനയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാവുന്നതാണ്. അടുത്തതായി നമുക്ക് കന്നിക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രമുക്കാല, അത്തം, ചിത്തിരാര. ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ ആശ്വാസപ്രദമായ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. സാമ്പത്തികമായി ഉണ്ടായിരുന്ന തടസ്സങ്ങളും അതുപോലെ പ്രതീക്ഷകളും അല്ലെങ്കിൽ ലോൺ ലഭിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുകളുമൊക്കെ തടസ്സങ്ങളുമൊക്കെ മാറി ഗൃഹനിർമ്മാണത്തിനായിട്ട് സാധ്യതയുള്ളൊരു ദിവസമാണ്. ഈ സമയം നിങ്ങൾക്ക് ഗൃഹനിർമ്മാണത്തിന് യോജിച്ച ഒരു ദിവസമാണ്. കാരണം നിങ്ങൾക്കിപ്പോൾ കണ്ടകശനിക്കാലമാണ്. 7-ൽ കണ്ടകശനി നിൽക്കുന്ന കാലവും അത് പിന്നീട് 8ലേക്ക് സഞ്ചരിക്കുന്ന ഒരു 5 വർഷവും കുറച്ച് ക്ലേശകരമായ സമയമായതുകൊണ്ട് ക്ലേശകരമായ അവസ്ഥയിൽ ഏറ്റവും നല്ല ഒരു പരിഹാരമാണ് ഗൃഹനിർമ്മാണം അല്ലെങ്കിൽ ഗ്രഹം വാങ്ങിക്കൽ ഒക്കെ. അത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധ വയ്ക്കുന്നത് നമ്മുടെ സാഹചര്യം അനുസരിച്ച് നന്നായിരിക്കും. അതേപോലെ പങ്കാളികൾക്ക് കുറച്ച് അസ്വസ്ഥതകളും അസുഖങ്ങളും സർജറികളുമൊക്കെ വരാൻ സാധ്യതയുള്ള ദിവസമാണ്. പങ്കാളികൾക്ക് വീഴ്ച, ഒടിവ്, ചതവ്, മുറിവൊക്കെ സംഭവിക്കുവാനായിട്ട് സാധ്യതയുണ്ട്. ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോവുക. ഇത് ഇപ്പോൾ ഈ പറയുന്ന ഫലമൊക്കെ ചന്ദ്രൻ്റെ ചലനവും സൂര്യൻ്റെ അവസ്ഥയുമൊക്കെ വെച്ചിട്ട് ഉണ്ടാകുന്ന സ്ഫുടങ്ങളുടെയും അതിൽ ഉണ്ടാകുന്ന ഓരോരോ ചെറിയ ചെറിയ കണക്കുകളുടെയും ഒക്കെ ഒരു ആകെത്തുകയാണ്. എന്നാൽ ജാതകം അനുസരിച്ച് ഇതെല്ലാം വ്യത്യസ്തപ്പെടുന്നതാണ്. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും ജാതകഫലം നന്നായിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം. അടുത്തതായി തുലാരാശിക്കാരുടെ ഫലം പരിശോധിക്കാം. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ചിത്തിരാര, ചോതി, വിശാഖ, മുക്കാല്. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമാണ്. ബിസിനസ് ചെയ്യുന്നവർക്ക് അത്ര തന്നെ നല്ല ദിവസമായിരിക്കുകയില്ല. നഷ്ടങ്ങൾ വരാൻ സാധ്യതയുള്ള ദിവസമാണ്. അതേപോലെ മോഷണം നടക്കാൻ സാധ്യതയുള്ള ഒരു ദിവസമാണ്. അത് കണ്ടുപിടിക്കാനും ചില ആളുകളെ അകറ്റി നിർത്താനും ഒക്കെ സാധ്യതയുള്ളൊരു ദിവസമാണ്. വളരെ ശ്രദ്ധയോടുകൂടി മുൻപോട്ട് പോവുക. ചെയ്യാത്ത തെറ്റിന് ശിക്ഷ അനുഭവിക്കാൻ സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും ഇന്ന്. വാക്കുകൾ വളരെ ആലോചനയോടുകൂടി സൂക്ഷ്മതയോടുകൂടി ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. ചില വാക്കുകൾ കൊണ്ട് ചില വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുവാനായിട്ട് സാധ്യതയുണ്ട്. അടുത്തതായി നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. വൃശ്ചികക്കൂറുകാർക്ക് ഇന്ന് വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും. ശാരീരിക ക്ലേശം മൂലം ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെങ്കിലും വലിയ പ്രതീക്ഷകളും സന്തോഷങ്ങളും ഒക്കെ വന്നു ഭവിക്കുന്നത് കൊണ്ടും സാമ്പത്തികമായി ഉണ്ടായിരുന്ന മാന്ദ്യം മാറിക്കിട്ടുന്നതായിട്ടുമൊക്കെ കാണുന്നു. ഈ തരത്തിലുള്ള ഓരോരോ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്താനായിട്ടുള്ള മാർഗങ്ങൾ തെളിഞ്ഞു വരികയും ചെയ്യും. സ്വന്തം കുടുംബത്തിൽ സഹോദരങ്ങൾക്കോ അല്ലെങ്കിൽ മക്കൾക്കോ ഒക്കെ സന്താന ഭാഗ്യം ഉണ്ടാകുന്നതാണ്. സന്താന ഭാഗ്യം മൂലം മനസ്സിന് സന്തോഷമുണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. സന്താന ലബ്ധിക്കായി ആഗ്രഹിക്കുന്നവർക്കും അനുകൂലമായൊരു സാഹചര്യം തെളിഞ്ഞു വരുന്ന ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് ധനുക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മൂലം, പൂരാടം, ഉത്രാടം, കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ സന്തോഷകരമായ പല അനുഭവങ്ങളും വന്നു ചേരാം. ശാരീരിക ക്ലേശങ്ങൾക്ക് സാധ്യതയുണ്ട്. അശ്രദ്ധ മൂലവും സമയക്കുറവ് മൂലവും ആരോഗ്യകാര്യങ്ങൾ ശ്രദ്ധിക്കാതെ ഇരുന്നാൽ ചില ബുദ്ധിമുട്ടുകൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. ശാരീരിക ക്ലേശം മൂലം പല നല്ല കാര്യങ്ങളും മാറ്റിവെക്കേണ്ടതായിട്ടും കാണുന്നു. അതേപോലെ ദീർഘയാത്രയ്ക്ക് സാധ്യത കാണുന്നു. ഉറ്റവരെയും ബന്ധുക്കളെയും ഒക്കെ കണ്ട് സന്തോഷിക്കുവാനുള്ളൊരവസരവും വന്നുചേരുന്നു. സുഹൃത്തുക്കളുമായി കൂടിച്ചേരുവാനും അവരുമായി സന്തോഷം പങ്കിടാനും ഒക്കെ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് മകരക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ്
ഉത്രാടം മുക്കാല തിരുവോണം അവിട്ടത്തര ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ ആശ്വാസപ്രദമായ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാകുന്ന ദിവസമാണ്. സന്താനങ്ങൾക്ക് ജോലി ലഭ്യത അല്ലെങ്കിൽ സന്താനങ്ങൾക്ക് വിദേശത്ത് ജോലി ഉറപ്പൊക്കെ വരുത്തുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. ശാരീരികമായി ഉണ്ടായിരിക്കുന്ന ചില പ്രയാസങ്ങൾക്ക് പരിഹാരം കാണുന്നതിനും സ്വന്തമായി ചില കാര്യങ്ങൾ തുടങ്ങുന്നതിനുമൊക്കെ ആരംഭം കുറിക്കാൻ ഏറ്റവും നല്ല ഒരു അനുയോജ്യമായ ദിവസമായിരിക്കും ഇന്ന്. മനസ്സിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന ചില കാര്യങ്ങൾ വന്നേക്കാമെങ്കിലും സാമ്പത്തികമായ കാര്യങ്ങളിൽ സമാധാനമുള്ളതുകൊണ്ട് അതെല്ലാം നേരിടാനുമൊക്കെ മനസ്സിന് ബലമുണ്ടായിരിക്കും. കുടുംബത്തിൽ മുതിർന്ന ആളുകൾക്ക് ചില അസുഖങ്ങൾ പിടിപെടാനും സാധ്യത കാണുന്നു. അടുത്തതായി നമുക്ക് കുംഭക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അവിട്ടത്തര, ചതയം, പൂരുരുട്ടാതി, മുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമാണ്. എന്നാൽ ഗുണാധിക്യം കാണുന്നു. ചില സന്തോഷകരമല്ലാത്ത കർമ്മങ്ങളിൽ പങ്കെടുക്കാനുള്ള സാധ്യതയുണ്ട്. എങ്കിലും ആത്മസംയമനത്തോടു കൂടിയും പ്രാർത്ഥനയോടുകൂടിയും മുൻപോട്ട് പോവുക. ഈശ്വര പ്രാർത്ഥനയും ചിട്ടകളും ആചാരങ്ങളും മുടക്കാതെ മുമ്പോട്ട് കൊണ്ടുപോകേണ്ട ആവശ്യമാണ്. സന്താനങ്ങൾക്ക് വളരെ നല്ല ഒരു അനുകൂലമായ ദിവസമായിരിക്കും ഇന്ന്. അകന്നു നിൽക്കുന്ന പങ്കാളിയോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോ ഒക്കെ അടുത്തു വരുവാനായിട്ട് സാധ്യതയുണ്ട്. ശാരീരിക ക്ലേശം അനുഭവിക്കുന്നവർക്കും ആശ്വാസം ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും. ഗ്യാസ്, അസിഡിറ്റി തുടങ്ങിയ അസുഖങ്ങൾ അനുഭവിക്കുന്നവർക്ക് പെട്ടെന്ന് അത് അധികരിക്കുവാനും അതികഠിനമായ നെഞ്ചുവേദനയോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് ഗ്യാസ് എന്ന് പറഞ്ഞ് തള്ളിക്കളയാതെ ഏറ്റവും അടുത്തുള്ള വൈദ്യ സഹായം തേടേണ്ടത് ആവശ്യമാണ്. അടുത്തതായി നമുക്ക് മീനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പൂരുരുട്ടാതികാല്, ഉത്രട്ടാതി, രേവതി. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായ ഒരു ദിവസമായിരിക്കും. ചില സന്തോഷകരമായ വാർത്തകൾ ലഭിക്കുന്ന ദിവസമാണ്. ഇഷ്ടജനങ്ങളെ കണ്ടുമുട്ടാനുള്ള വഴി തെളിയുന്ന ഒരു ദിവസമായിരിക്കും. എപ്പോഴും ജോലിയിൽ വ്യാപൃതരായിരിക്കുന്നവർക്ക് കുറച്ച് ആശ്വാസപ്രദമായ റിലാക്സേഷനൊക്കെ ലഭിക്കുന്ന ദിവസമാണ്. ബന്ധുമിത്രാദികളോടുകൂടി സമയം ചെലവഴിക്കാൻ സാധ്യതയുണ്ട്. ആരോഗ്യപരമായ കാര്യങ്ങളിൽ ചില ബുദ്ധിമുട്ടുകൾ വന്ന് സംഭവിച്ചേക്കാം. പ്രത്യേകിച്ച് ഉദര സംബന്ധമായ അസുഖങ്ങൾ കൂടാൻ സാധ്യതയുണ്ട്. പുറത്തു നിന്നുള്ള ഭക്ഷണം ഒഴിവാക്കുന്നത് വളരെ നന്നായിരിക്കും. എപ്പോഴും ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ഔദ്യോഗിക രംഗത്ത് നിന്ന് അംഗീകാരങ്ങൾ ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവരെയും ഈശ്വരൻ കനിഞ്ഞ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം എല്ലാവർക്കും നന്നായിരിക്കട്ടെ എന്നൊരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പരിപാടി അവസാനിപ്പിക്കുന്നു. നമസ്കാരം.